ഇപ്പോൾ കോഴിക്കോട് നിന്ന് PJ അരുൺ കൂടി ചേരുകയാണ്. അരുൺ, ഇന്ന് രാവിലെ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറയുന്നത് ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് വിതരണമൊന്നും സർക്കാർ ആശുപത്രികളിൽ അനുവദിക്കില്ല, എന്ത് വില കൊടുത്തും അത് തടയും എന്ന് പറയുന്ന ഒരു ധിക്കാരപരമായ ഒരു സമീപനം അദ്ദേഹം സ്വീകരിക്കുകയാണ്. ഈ വിശന്നിരിക്കുന്ന മനുഷ്യരുടെ വാക്കുകൾ സമയം കിട്ടുമ്പോൾ ആരോഗ്യമന്ത്രി ഒന്ന് കേൾക്കുന്നത് നന്നായിരിക്കും. അങ്ങേക്കൊരു പൊതിച്ചോറ് ഈ മനുഷ്യർക്ക് കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിലും അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഭക്ഷണം അതില്ലാതാക്കാനുള്ള വല്ലാത്ത വ്യഗ്രത, അത് വളരെ അപകടകരമായ ഒരു സൂചനയാണ്. അരുൺ, കോഴിക്കോട് എങ്ങനെയാണ് പൊതിച്ചോർ വിതരണം പുരോഗമിക്കുന്നത്? ഷമ്മി, എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രവൃത്തി, അതൊരു മനുഷ്യകാരുണ്യ പ്രവൃത്തിയാണ്. അതിൽ ജാതിയില്ല, മതമില്ല, വർഗമില്ല, വിദ്വേഷമില്ല. അത് ആഹാരത്തിൻ്റെ പ്രശ്നമാണ്. ഒരു നേരത്തെ ആഹാരം അത് ഡിവൈഎഫ്ഐ വിതരണം ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു ദശാബ്ദത്തോളമാവുന്നു. ആദ്യം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഇതിൽ തുടക്കം കുറിച്ചത്. പിന്നീട് മറ്റുള്ള പല അരുൺ, അവിടെ ഭക്ഷണം വാങ്ങാനെത്തുന്ന മനുഷ്യരുടെ പ്രതികരണം ചോദിക്കൂ. അരുൺ, അവിടെ ഭക്ഷണം വാങ്ങാനെത്തുന്ന മനുഷ്യരുടെ പ്രതികരണം ചോദിക്കൂ. ഇതുപോലെ ആരോഗ്യമന്ത്രി ഇത് തടസ്സപ്പെടുത്താൻ നിൽക്കുകയാണ് എന്ന കാര്യം അവരോട് ചോദിക്കൂ. എന്ത് വില തടയുമെന്നാണ് പറയുന്നത്? അല്ല, അതൊക്കെ നമുക്ക് കാണാം. ഇതിപ്പോ നമുക്ക് ഇതെല്ലാവരും ചേർത്ത് പിടിച്ച് നടത്തുന്ന പ്രവർത്തനമല്ലേ, ആ നിലയുള്ള പ്രവർത്തനമാണ്. ഏറ്റവും അധികം രക്തദാനം നൽകുന്ന സംഘടനയാണ് ഡിവൈഎഫ്ഐ. ഒരുപാട് പോരാട്ടത്തിൽ ജീവൻ നൽകിയ സംഘടനയാണ് ഡിവൈ. ആ സംഘടനയോട് ചോറ് നൽകരുതെന്ന് പറയും. ഒരു ചർച്ചയില്ലാതെ പറയാം മന്ത്രിയാര് സാമന്ത രാജാവാണ്. ബാക്കി നമുക്ക് പിന്നെ പറയാം. അത് തന്നെയാണ് കാരണം. കൃത്യമായ ഒരു നിലപാട് ഇന്നിപ്പം ഡിവൈഎഫ്ഐ കോഴിക്കോട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ നടക്കുന്നത്. എന്തായാലും ഇതിൻ്റെ കോഴിക്കോടിൽ നടക്കുന്ന വിതരണം ഇപ്പോൾ മുഹമ്മദ് റിയാസ് നൽകി ഇപ്പോൾ ഉദ്ഘാടനം നടത്തിയിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ജനപങ്കാളിത്തമുണ്ട്. കാരണം നമുക്കറിയാം ഡിവൈഎഫ്ഐ നടത്തുന്നത്, അദ്ദേഹം ഇപ്പോൾ റിയാസ് ഇപ്പോൾ പറഞ്ഞതുപോലെ രക്തദാനം ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളെല്ലാം ഡിവൈഎഫ്ഐ നടത്താൻ പോകുന്ന യൂത്ത് ബ്രിഗേഡ് സംഘടിപ്പിക്കുന്നു. അതിലൊരു പ്രവൃത്തി മാത്രമാണ് ഈ ഭക്ഷണ വിതരണം എന്ന് പറയുന്നത്. എന്തായാലും ആളുകളുടെ വലിയൊരു തിരക്കാണ്. കാരണം ഈ ആശുപത്രിയിൽ കഴിയുന്ന രോഗികളുണ്ട്, അവരുടെ ഭക്ഷണം വാങ്ങി പോകുന്ന മനുഷ്യരോട് പ്രതികരണം ചോദിക്കൂ അരുൺ. ഈ ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവനയോട് പ്രതികരണം ചോദിക്കൂ അരുൺ. അതെ, അതിലേക്കാണ് ഷമ്മി പോകുന്നത്. കാരണം ഇപ്പോൾ വിതരണം ആരംഭിച്ചതിന്റെ ദൃശ്യങ്ങളാണ് ഷമ്മി കണ്ടത്. വിതരണം തടസ്സപ്പെടുത്തുമെന്നാണ് സർക്കാർ പറയുന്നത്. എങ്ങനെയാണ് ഇതെല്ലാവർക്കും ഭയങ്കര ആശ്വാസമാണ്. രോഗികളെ കൂടെ നിൽക്കുന്നവർക്കൊക്കെ ഭയങ്കര ആശ്വാസമാണ്. സർക്കാർ ഇതിനെ തടയും, അല്ലെങ്കിൽ ആരോഗ്യമന്ത്രി ഇതിനെതിരെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് അഭിപ്രായം? ഇത് നിർത്തേണ്ട കാര്യമാണോ? വേണ്ട, തുടരണം. അത് തന്നെയാണ് ഷമ്മി. ഈ 100 കണക്കിന് ആളുകളാണ്, അവരുടെ ഒരു നേരത്തെ ആഹാരമാണ് ഈ ഡിവൈഎഫ്ഐ ഇതിലൂടെ വിതരണം ചെയ്യുന്നത്. ചേച്ചി, ഈ ആഹാര വിതരണം തടയും, ഒരു കാരണവശാലും അനുവദിക്കില്ല എന്നുള്ളതാണ് ആരോഗ്യമന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്താണ് അഭിപ്രായം? തടയാൻ പാടില്ല, അത് ഇനിയും വീണ്ടും കൊടുക്കണം. പാവപ്പെട്ടവർക്ക് ഉള്ള അന്നദാനാണ്, അതുകൊണ്ട് എന്തായാലും ഇനിയും ഇത് വീണ്ടും കൊടുക്കണം. എൻ്റെ അഭിപ്രായം അങ്ങനെയാണ്. ചേച്ചി, ഇത് കണ്ടോ, ഇതിലൊന്നും ജാതിയോ മതമോ വർഗമോ ഒന്നുമില്ല. ആളുകൾ ഇങ്ങനെ നിൽക്കുവാണ്. ഈ ഒരു നേരത്തെ ആഹാരം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൽ കഴിയ ഒരു ചേച്ചി, ഈ ഒരു പരിപാടി നിർത്തണം എന്നാണ് ആരോഗ്യമന്ത്രി നിർത്തുന്നത്. ഞാളെന്താ തിന്നുക? ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് ഇന്നലെ ചോറ് നിൽക്കില്ല. ആഹാരം എന്ന് പറയുന്നത് ഇന്ന് ഞായറാഴ്ച കൂടെയാണ്, പല ഹോട്ടലുകളിലും കഴിക്കണമെങ്കിൽ എത്തും. അല്ലാണ്ട് സന്തോഷം ഇത് കിട്ടുന്നത്. ഇത് എന്നും കിട്ടണം. ഞാൻ VD രാജപ്രസാദ് പറഞ്ഞില്ലേ കൊടുക്കണ്ടെന്ന്. VD സതീശനോടൊപ്പം തന്നെ മുരളീധരൻ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഇതിവിടെ നിലനിൽക്കുന്ന അഭിപ്രായമാണ് നമ്മൾ എല്ലാവർക്കും ഉള്ളത്. എന്താ വെച്ചാൽ പാവപ്പെട്ട രോഗികൾക്കാർക്കും ഇതിൻ്റെ ഒപ്പം നിൽക്കുന്ന ആൾക്കാർക്ക് റോഡ് ക്രോസ് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ കോമ്പൗണ്ടിലായതുകൊണ്ട് എല്ലാ സൗകര്യമാണ്. ഇതൊന്നും നിലനിൽക്കുന്ന അഭിപ്രായക്കാരാണ് നമ്മുടെ അഭിപ്രായം. തീർച്ചയായും അത് അനേകായിരം ആളുകൾക്കാണ് ഒരു നേരത്തെ. നമുക്കറിയാം ഈ ഒരു പ്രവൃത്തി ഇന്ന് ഇവിടെ നടത്തുന്നത് ഡിവൈഎഫ്ഐ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പേരാമ്പ്ര കായണ്ണ മേഖലാ കമ്മിറ്റിയാണ്. 100 കണക്കിന് പേരാണ് ഇവിടെ ക്യൂ നിൽക്കുന്നത്. എന്തായാലും അവർക്കൊരു ആശ്വാസമാണ്. അതാ ഇവിടെ പൊതിച്ചോറുമായി കടന്നു പോകുന്നത്. ചേച്ചി, ഇത് നിർത്തണമെന്നാണ് ഉമ്മ പറയുന്നത്. പരമാവധി മുന്നോട്ട് കൊണ്ടുപോകാനല്ലാണ്ട് നിർത്താൻ നോക്കരുത്. തടയുമെന്നാണ്, എന്ത് വില കൊടുത്തും തടയുമെന്നാണ് മന്ത്രി പറഞ്ഞത്. ഇത് തുടരണമെന്നല്ല? തുടങ്ങണം. ഇത് നല്ലൊരു. അതെ, ആളുകളുടെ വീണ്ടും സ്ത്രീകളുടെ ഒരു നീണ്ട നിരയുണ്ട്. ചേച്ചി, ഇത് തുടരണമെന്നാണ്. തുടർന്നോട്ടെ, നല്ലതല്ലേ. എത്ര പാവപ്പെട്ടവർ കഴിച്ചിലാവട്ടെ.
മോളെ പുതിയൊരു തലമുറയിലുള്ളതാണ് ഈ ഒരു ഭക്ഷണ ഒരു വിതരണം അതിനെങ്ങനെ നോക്കി കാണുന്നു? നല്ല കാര്യമില്ലേ? അത് നിർത്തണമെന്നാണ് ആരോഗ്യമന്ത്രി പറയുന്നത്. അതെ, ആ മോളുടെ ചിരി തന്നെ ഉണ്ട്. അത് നിർത്തുക എന്ന് പറഞ്ഞാൽ തന്നെ എന്ത് വില കൊടുത്തും തടയുമെന്നുള്ള ഒരു നിലപാടെടുക്കുന്ന മന്ത്രിക്കെതിരെയുള്ള പ്രതികരണങ്ങൾ തന്നെയാണ്. വലിയ തോതിലുള്ള ജനവികാരമാണ് ആരോഗ്യമന്ത്രി കെ മുരളീധരനെതിരായി ഉയർന്നു വരുന്നത്.